മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. ജില്ലാതല പ്രവേശനോത്സവം മന്ത്രിമാരും ഉദ്ഘാടനം ചെയ്തു. നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തുന്നത്. 1-ാം ക്ലാസ്സിലേക്ക് 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണെന്നും പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യ ബോധം വളർത്തുന്ന 10 വിഷയങ്ങളായിരിക്കും ആദ്യ 2 ആഴ്ച വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. ലഹരി തടയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പഠന വിഷയമാക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുട്ടനാടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിന്റെ അടുത്ത പ്രവൃത്തി ദിവസം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്കൂൾ തുറന്ന് ആദ്യത്തെ 2 ആഴ്ചകളിൽ പാഠപുസ്തക പഠനം ഉണ്ടായിരിക്കില്ല. പരിസര ശുചീകരണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കായികം, കൃഷി, നല്ല പെരുമാറ്റം, റോഡ് നിയമങ്ങൾ, പോക്സോ നിയമം എന്നിങ്ങനെ കുട്ടികൾ അറിയേണ്ട സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും ആദ്യത്തെ 2 ആഴ്ചകളിൽ പഠിപ്പിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ പ്രവേശന പരീക്ഷ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രവേശന പരീക്ഷ നടത്തി കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാക്കുകയും എന്ന ഒരു പ്രത്യേകതയും ഇത്തവണയുണ്ട്. കൊട്ടാരക്കര താമരക്കുടി SVVHSSലെ വിദ്യാർത്ഥിനിയായ ഭദ്രഹരി എഴുതിയ ഗാനമാണ് 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവ ഗാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യയന വർഷം നിരവധി മാറ്റങ്ങളും അവസരങ്ങളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രശസ്ത സംഗീത സംവിധായകനായ അൽഫോൺസ് ജോസഫാണ് ഗാനം ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും. അനു തോമസ്, അലീന മേരി ഷിബു, ജെറിൻ ജോർജ് എന്നിവരും ഗാനാലാപനത്തിന്റെ ഭാഗമായി. ഭദ്രഹരിയാണ് പ്രവേശനോത്സവ ദിവസം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിശിഷ്ടാതിഥി. സ്കൂളുകളിൽ പരാതി പെട്ടികൾ സ്ഥാപിക്കാനും കേരള സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. SPG സംഘങ്ങളാകും സ്കൂളുകളിൽ പെട്ടികൾ സ്ഥാപിക്കുക. എല്ലാ ആഴ്ചയും പെട്ടി തുറന്ന് പരാതികൾ പോലീസ് പരിശോധിക്കും. ഗുരുതരമായ പരാതികളിൽ കേസെടുക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയും ചെയ്യും. ഓരോ സ്റ്റേഷനിലും ഉദ്യോഗസ്ഥന് ചുമതല നൽകും. സ്കൂൾ അധികൃതരുടെ സാന്നിധ്യത്തിലാവും പുതിയ നടപടികൾ സ്വീകരിക്കുന്നത്. പരിഹരിക്കാവുന്ന പരാതികൾ സ്കൂളിൽ തന്നെ പരിഹരിക്കും. വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ലഹരിക്കെതിരായ പരാതികൾ ഉൾപ്പെടെ കർശനമായ നടപടിയെടുക്കാനാണ് പുതിയ തീരുമാനം. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ജൂൺ 2-ന് സ്കൂൾ തുറക്കുമ്പോൾ ഏകദേശം 40 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പുതുതായി എത്തുന്നത്. 1 ലക്ഷത്തിലധികം അധ്യാപകരും ഉണ്ടാകും. പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്ത് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകൾ നൽകാനും അധ്യയന വർഷം മുതൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കാലവർഷകാലത്ത് അപകടങ്ങൾ മുന്നിൽ കണ്ട് എല്ലാ വർഷത്തെയും പോലെ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസും ഉറപ്പാക്കിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളും ഫിറ്റ്നസ് നിർബന്ധമാക്കി. സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ വെരിഫിക്കേഷൻ എന്നിവയും ഉറപ്പാക്കും. സ്കൂൾ തുറന്നാൽ ആദ്യ 2 ആഴ്ച കുട്ടികൾക്ക് ക്ലാസ്സിൽ പാഠപുസ്തകം ഉണ്ടാവില്ല. പകരം ലഹരി മുതൽ പൊതുമുതൽ നശിപ്പിക്കുന്നത് വരെയുള്ള സാമൂഹിക വിപത്തുകളിൽ കുട്ടികളെ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ഇതിനായി പൊതുമാർഗരേഖയുണ്ടാക്കി അധ്യാപകർക്ക് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ജൂൺ 2-ന് പതിവ് പോലെ പ്രവേശനോത്സവം നടക്കുകയും ചെയ്തു. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ
കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ ജൂൺ 2 മുതൽ 2 ആഴ്ചക്കാലവും ഹയർ സെക്കൻഡറിക്ക് ജൂലൈ 18 മുതൽ ഒരാഴ്ചക്കാലവും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ലഹരി ഉപയോഗവും വാഹന ഉപയോഗവും ആക്രമണവാസന തടയുന്നതിനും പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും വൈകാരിക നിയന്ത്രണമില്ലായ്മയും പൊതുമുതൽ നശീകരണവും ആരോഗ്യ പരിപാലനവും നിയമ ബോധവൽക്കരണവും മൊബൈൽ ഫോണിനോടുള്ള അമിതമായ ആസക്തിയും ഡിജിറ്റൽ ഡിസിപ്ലിനും ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗവും എന്നീ വിഷയങ്ങളിലാകും ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. അധ്യാപകർക്ക് പുറമെ പോലീസ്, എക്സൈസ്, ബാലാവകാശ കമ്മീഷൻ, സാമൂഹിക നീതി വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, വനിതാ ശിശു വികസന വകുപ്പ്, NCERT, കൈറ്റ്, SSK എന്നിവയുടെ നേതൃത്വത്തിലും ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.